അമ്മ പോയതിൽ പിന്നെ ഞാൻ ഇങ്ങനെയാണമ്മേ. അടുക്കളപ്പുറത്തുള്ള ഈ ചെറിയ മുറിയിലാണമ്മേ ഞാൻ കിടക്കുന്നത്. ഇരുട്ടും മഴയും ഇടിമിന്നലും പേടിപ്പിക്കാനെത്തുന്ന രാത്രിയിലൊന്നും ഞാൻ ഉറങ്ങാറില്ല. മഴ ആർത്തലച്ച് പെയ്യുമ്പോഴൊക്കെ ഞാൻ പുതപ്പ് തലവഴി മൂടി കണ്ണടച്ച് കിടക്കുമമ്മേ. രാത്രി ഉറങ്ങാതെ കണ്ണടച്ച് കിടക്കുമ്പോൾ അമ്മയെ ഓർമ്മ വരും. അമ്മയും അച്ഛനും നമ്മുടെ ആ കൊച്ചു വീടും എന്ത് രസമായിരുന്നു അല്ലേ അമ്മേ? ഓണവും വിഷുവും ക്രിസ്തുമസും പെരുന്നാളും എനിക്ക് അമ്മയോടും അച്ഛനോടും കൂടിയുള്ള സന്തോഷത്തിൻ്റെ ഉത്സവങ്ങളായിരുന്നു. അമ്മ പോയതോടെ ജീവിതത്തിൽ നിന്ന് ആഘോഷവും സന്തോഷവും പടിയിറങ്ങിപ്പോയമ്മേ. എന്ത് ഭംഗിയാ എൻ്റെ ഋഷുട്ടൻ്റെ ചിരിക്കുന്ന അമ്മ പറയാറില്ലേ? മറന്നുപോയമ്മേ, അമ്മ പോയതോടെ ഋഷുട്ടൻ ചിരിക്കാനൊക്കെ മറന്നുപോയി. സ്കൂളിൽ ചെല്ലുമ്പോഴൊക്കെ സീന ടീച്ചർ കളിയാക്കും, ഋഷു ചിരിക്കാത്ത കുട്ടിയാണോ എന്ന് ചോദിച്ച്. അമ്മേ, സ്കൂൾ തുറക്കാറാകുന്നു. ദേവൂട്ടിക്കും മോനൂസിനും ഇന്നലെ അച്ഛനും ചെറിയമ്മയും പുതിയ ബാഗും പുതിയ കുടയും പുതിയ ചെരുപ്പും വാങ്ങി. ഋഷൂട്ടന് മാത്രം പഴയ ബാഗും പഴയ ചെരുപ്പും പഴയ കുടയും. ഋഷൂട്ടൻ്റെ ബാഗ് കീറിയതമ്മേ. ഞാനിന്നലെ രാത്രി കിടക്കാൻ നേരം തുന്നിപ്പിടിപ്പിക്കാൻ നോക്കിയതാണമ്മേ. എൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് പറ്റുന്നില്ലമ്മേ. പുതിയ ബാഗ് വേണമെന്ന് അച്ഛനോട് പറയാൻ പേടിയാണമ്മേ. ചെറിയമ്മ അറിഞ്ഞാൽ വഴക്ക് പറയും. അമ്മേ, നമ്മുടെ അച്ഛൻ ഒത്തിരി മാറിപ്പോയി. ഋഷൂട്ടനോട് ഇപ്പോൾ മിണ്ടാറില്ല, ചിരിക്കാറില്ല, ഋഷൂട്ടൻ്റെ അടുത്ത് വന്നിരിക്കാറില്ല. ഋഷൂട്ടാന്ന് സ്നേഹത്തോടെ ഒന്ന് വിളിക്കാറ് പോലുമില്ല. ദേവൂട്ടിയെയും മോനൂസിനെയും കൊണ്ട് അച്ഛനും ചെറിയമ്മയും പുറത്തു പോകുമ്പോൾ പോരുന്നോ എന്ന് ഋഷൂട്ടനോട് ആരും ചോദിക്കാറില്ല. അവർ പോകുന്നത് കൊതിയോടെ കണ്ണ് നിറഞ്ഞ് ഋഷൂട്ടൻ നോക്കി നിൽക്കും. അവർ പുറത്തുപോയ വിശേഷങ്ങളൊക്കെ ദേവൂട്ടിയും മോനൂസും പറഞ്ഞു കേൾക്കുമ്പോൾ ഋഷൂട്ടന് സങ്കടം വരും. അമ്മേ, ഇന്നിവിടെ ഋഷു ഒറ്റയ്ക്കാണമ്മേ. എല്ലാവരും കൂടെ അച്ഛൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയതാ. വൈകിട്ടേ വരൂ. വൈകുന്നേരം വരുമ്പോൾ ഋഷൂട്ടന് ബിരിയാണി കൊണ്ടുവരാമെന്ന് ദേവൂട്ടിയും മോനൂസും പറഞ്ഞിട്ടുണ്ട്. ഇന്നാൾ ഒരു ദിവസം പുറത്തു പോയി വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നമ്മേ. അന്ന് ദേവൂട്ടിയും മോനൂസും കഴിച്ചതിൻ്റെ ബാക്കി ചെറിയമ്മ എനിക്കും തന്നമ്മേ. നല്ല രുചിയുണ്ടായിരുന്നു. ഋഷൂട്ടന് ഇച്ചിരിയേ കിട്ടിയുള്ളൂ കഴിക്കാൻ, എന്നാലും നല്ല രുചിയുണ്ടായിരുന്നു. അമ്മയോട് ഋഷൂട്ടൻ പിണക്കമാണമ്മേ. അമ്മ എവിടെ പോയാലും ഋഷൂട്ടനെ കൊണ്ടുപോകുമായിരുന്നല്ലോ. കല്യാണത്തിന് പോകുമ്പോൾ, പാർക്കിൽ പോകുമ്പോൾ, ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ, ആശുപത്രിയിൽ പോകുമ്പോൾ എല്ലാം. പക്ഷേ അമ്മ വെള്ളയുടുപ്പിട്ട് യാത്ര പോലും പറയാതെ ഒരു ദിവസം ഇറങ്ങിപ്പോയില്ലേ? അന്ന് മാത്രം ഋഷൂട്ടനെ കൂടെ കൊണ്ടുപോയില്ലല്ലോ. അതുകൊണ്ടല്ലേ അമ്മേ ഋഷൂട്ടൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കായി പോയത്? ചെറിയമ്മ മോനൂസിനെയും ദേവൂട്ടിയെയും കുളിപ്പിക്കുന്നത് കാണുമ്പോൾ, ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതും ഭക്ഷണം വാരി കൊടുക്കുന്നതും കാണുമ്പോൾ ഋഷൂട്ടൻ്റെ കണ്ണ് നിറഞ്ഞ് സങ്കടം വരും. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അറിയാതെ കൊതിച്ചു പോവും. ചിലപ്പോഴൊക്കെ ആ കൈ പിടിച്ച് നടക്കാനും ആ മടിയിൽ കിടക്കാനും ഋഷൂട്ടൻ അറിയാതെ കൊതിച്ചു പോകുന്നുണ്ടമ്മേ. ഋഷൂട്ടൻ കണ്ണടച്ച് കിടന്നാൽ അമ്മ വരുമോ? ഋഷൂട്ടൻ്റെ അടുത്തേക്ക് ഇത്തിരി നേരത്തേക്കെങ്കിലും, സ്വപ്നത്തിലെങ്കിലും, ഒരിക്കലെങ്കിലും